എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന പാത്രത്തിലായാലും കത്തിയിലായാലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ചെറിയൊരു വെള്ളാംശം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളാക്കി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാനിപ്പോൾ ചെറിയ പീസസാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് ഉപ്പ് പുരട്ടി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാം. പക്ഷേ ഞാനിത് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് അച്ചാറാക്കി എടുക്കുന്നത്. അങ്ങനെ വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാങ്ങാച്ചാറിന്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ അതാ നമ്മൾ ഇന്നലെ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന നമ്മുടെ മാങ്ങ കണ്ടില്ലേ, ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാറാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണല്ലോ, അപ്പോൾ എരിവ് കുറച്ച് മുന്നിട്ട് നിന്നാൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഉണ്ടാവണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ചേർക്കുകയാണ്. ഉലുവയുടെ അളവ് കൂടണ്ട, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കയ്പ്പ് രസം വരും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 6-8 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം, പക്ഷേ നല്ലെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തവിയിലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിലെല്ലാനും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാർ. നമുക്ക് ചോറിന് കഞ്ഞിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചില്ലിൻ്റെ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ മാറ്റി വയ്ക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ഇത് ഇട്ട് വയ്ക്കരുത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്